ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പഴയ ഷർട്ട് കൊണ്ട് എളുപ്പത്തിലൊരു ടോപ്പ് തയ്ച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കോളറും അതുപോലെ തന്നെ പോക്കറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിടാൻ മറക്കരുതേ. അതുപോലെ തന്നെ കൈയിനും എത്രയാണോ നമുക്ക് നീളം വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നീളത്തിനനുസരിച്ച് വേണം കട്ട് ചെയ്യാൻ. കുറച്ചും കൂടെ നീളം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഓപ്പണിംഗ് വരുന്നില്ലേ അവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൽ വരുന്ന എക്സ്ട്രാ പീസ് ഒന്ന് അതിൻ്റെ സ്റ്റിച്ച് അഴിച്ചിട്ട് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ പോക്കറ്റ് റിമൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കയ്യിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ഒരു പീസ് ഉണ്ടല്ലോ, അത് ഒരേ വീതിയിലുള്ള ഒരു പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് ഫ്രിൽസ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഫ്രില്ലിൻ്റെ നീളം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 3 ഇഞ്ച് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ 3 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ പീസുകളെല്ലാം കൂടെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കണം.
ഇനി ഇതിൻ്റെ നീളത്തിൽ വരുന്ന ഈ ഒരു ഭാഗം മാത്രം നമുക്കൊന്ന് ജസ്റ്റ് അതിൻ്റെ ഇതുപോലെ സൈഡൊന്ന് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. കാരണം മറ്റേ ഭാഗം നമ്മൾ ഡ്രസ്സിനോട് ചേർത്ത് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇനി ഈ ടോപ്പിൻ്റെ നെക്കിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്ച്ചെടുത്ത ഈ ഒരു പീസ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഫ്രില്ല് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അതുപോലെ തന്നെ എൻഡിങ്ങിലും മാത്രം പിൻ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ഫ്രിൽസ് വെച്ചിട്ട് തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. ബാക്ക് സൈഡിൽ നമുക്ക് അധികം ഫ്രില്ലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത് നമ്മളുടെ ആ ഒരു ഈ എടുത്തിട്ടുള്ള പീസിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമ്മളുടെ ഫ്രിൽസിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചുമൊക്കെ വെക്കാം. ഇനി ഇത് മറിച്ച് വെച്ചിട്ട് മേൽഭാഗത്തും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ ടോപ്പിൻ്റെ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരയുടെ ഭാഗവും കൈയിൻ്റെ ഭാഗവും കൂടെ മടക്കി വെച്ച് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടി ഒരു നാട എന്തെങ്കിലും കോർത്ത് കൊടുക്കാം. സെയിം മെറ്റീരിയൽ തന്നെ ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊരു നാട തയ്ക്കാം. അതല്ല അതേ കളറ് വേറെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പഴയ ട്രാക്ക് പാൻറ്റൊക്കെ അല്ലേ അതിൻ്റെ നടുക്ക് വരുന്ന ആ ഒരു നാട വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് സെയിം കളറിലുള്ളൊരു നാട എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്.
അരയുടെ ഭാഗത്തും കൈയിൻ്റെ ഭാഗത്തും ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക. അങ്ങനെ പഴയ ഷർട്ട് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക.